ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ജൂൺ ഫസ്റ്റ് ആണല്ലേ. അപ്പോൾ അത് എല്ലാവരുടെയും സ്കൂളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അത് നമ്മുടെ ഹെസമോളുടെയും സ്കൂളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണതാണ്. ഒരു പ്രത്യേകത, ഫസ്റ്റ് ടൈം ആണോ ഹെസ സ്കൂളിൽ പോകാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ഇതുവരെ അങ്കവാടിയിലോ അല്ലെങ്കിൽ പ്ലേ സ്കൂളിലോ വേറെ എവിടെയോ ഒന്നും ഹെസാൻ ഇതുവരെ ആക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് എന്താ പറയുക, ഹെസാടെ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂളാണ്ടോ ഇന്ന്. പിന്നെ നമ്മളും എന്താ പറയുക, ഫസ്റ്റ് ഡേ ഓഫ് സ്കൂൾ ഹെസാഡയിലാണ് കൂടുതലും എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സനാടെ സ്കൂൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ കൊറോണയുടെ ടൈമിലായിരുന്നു കേട്ടോ സനാടെ LKG പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഓൺലൈനായിട്ടായിരുന്നു അപ്പോൾ ക്ലാസ് ഉണ്ടായിരുന്നത്. ലാസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു 1 മന്ത് എന്തോ മാത്രമേ എൻ്റെ ഓഫ്ലൈൻ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴത്തേക്കും നമ്മൾ എന്താ പറയുക, ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്ത് പഠിപ്പിച്ചെല്ലാം കഴിഞ്ഞ് അതിന് ശേഷം ഒരു ഫിസിക്കൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അത്രയും ഗ്യാപ്പ് വന്നേ പിന്നെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഫസ്റ്റ് ഡേ ഓഫ് സ്കൂൾ നമ്മളിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഹെസാടെ കേസിലാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ട്. പിന്നെ ഹെസാടെ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഹെസ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് കേട്ടോ. പിന്നെ അതേ സനാക്ക് നാളെ എൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണം. സന അപ്പോൾ ഓൾറെഡി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹെസാന ഫസ്റ്റ് ഡേ സ്കൂളിലാക്കാൻ ഞാൻ വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ക്ലാസ് ഉണ്ടെങ്കിൽ പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ സന ക്ലാസ് ഇല്ലാത്തതും കൊണ്ട് ഇപ്പോൾ സനായി നമ്മുടെ ഒപ്പം പോരുന്നുണ്ട്. ടൈം പറഞ്ഞേക്കുന്നത് ഒരു 10 o'clock തുടങ്ങി ഒരു 12 o'clock വരെയാണ് ക്ലാസ്സിൻ്റെ ടൈം പറഞ്ഞേക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ലഞ്ചും സ്നാക്സും കൊടുത്തു വിടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം റെഡിയാക്കാനുണ്ട്. അപ്പോൾ നമുക്കിനി അതൊക്കെ സെറ്റ് ചെയ്യാം. 12 o'clock വരെ ഉള്ളൂങ്കിൽ നമുക്ക് ലഞ്ച് കൊടുത്തു വിടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെ ലഞ്ചിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ അത് തന്നെ അരി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് റൈസ് കുക്കറിലോട്ട് ഇറക്കി വെച്ചാൽ മാത്രം മതിയല്ലോ. അങ്ങനെ അതെല്ലാം സെറ്റായതിനു ശേഷമാണ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നേ. ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ഇടിയപ്പം കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. കറിയായിട്ട് തേങ്ങാപ്പാലാണ് ഉണ്ടാക്കിയത്. കറി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയൊന്നുമില്ല. കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ വീട്ടിൽ ആർക്കും ചിലവില്ല. ഞാൻ മാത്രമാണ് കറി വയ്ക്കുന്ന ആൾ. വേറെ എല്ലാവരും ഇതേപോലെ ഒന്നുമില്ലെങ്കിൽ ചായ വെച്ച് ചോദിക്കും, അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് ഇട്ട് കഴിക്കാറ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ സ്പെഷ്യലായിട്ട് കറിയൊന്നും ഉണ്ടാക്കാനായിട്ട് നിന്നില്ല. തേങ്ങാപ്പാലായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം പിന്നെ ഓർഡറൊക്കെ ഫിൽ ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ സ്നാക്സ് ബോക്സിൽ എടുത്ത് വെക്കാനുണ്ടായിരുന്നു. അതേപോലെ തന്നെ സ്നാക്സായിട്ട് നമ്മൾ തലേ ദിവസം ഇത് ബേക്കറിയിൽ കയറിയപ്പോൾ ഡോനട്ട് വേണമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ചെന്നപ്പോഴത്തേക്കും ഡോനട്ട് അവിടെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടായി തീർന്നിരിക്കുകയായിരുന്നു. അതുകൊണ്ട് പിന്നെ ഒരു കേക്ക് എന്തോ കണ്ടപ്പോൾ അത് മതി എന്ന് പറഞ്ഞു പിന്നെ അതാണ്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. ഗൈസ്, ഇപ്പോൾ സമയം 6:45 നമുക്ക് ഇനി എന്തായാലും ഹെസാന വിളിക്കാൻ പോവാം. ഹെസാമോ, എണീറ്റെടുക്കായിരുന്നാ? സ്കൂളിൽ പോകണ്ടേ? ഇത് ഫസ്റ്റ് ഡേ ആണ് സ്കൂളിലാ? സ്കൂളിൽ പോണോ? അവിടെ ചെന്നിട്ട് ഹസാനെ ആക്കി കഴിഞ്ഞിട്ട് ഉമ്മയും വാപ്പിയും പോരും. ഓക്കെ. ഹസാനെ ഉറക്കത്തിൽ നിന്നൊക്കെ എണീപ്പിച്ചത്, പല്ലൊക്കെ തേപ്പിച്ചത്, കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ തലമുടിയിൽ വെക്കാൻ വേണ്ടി റോസ് പറിക്കാൻ വേണ്ടി പോണതാണേ. ഏത് ഫ്ലവറാ? ഈ ഫ്ലവറും ഉള്ളു, മറ്റേ ചീത്തയി പോയല്ല. ഇത് മതിയാ? വെള്ളമൊക്കെ കയറി ചീത്തായി. നമ്മൾ രാവിലെ തന്നെ എണീറ്റിട്ടുണ്ട്. ഇത് ഹെസാക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഐറ്റംസും ഞാൻ ഇവിടെ ബെഡിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ കൊണ്ടുപോകാനുള്ള ഐറ്റംസും സ്നാക്സും എല്ലാം അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. റസാപ്പ് മലപ്പറഞ്ഞ ഷാപ്പ് കിട്ടേ
വിട്ട് പോകരുത്. നോക്കട്ടെ വാ മുടി തെറ്റിക്കല്ലേ തെറ്റിക്കല്ലേ. നോക്കട്ടെ പൗഡർ പൗഡർ ഇട്ടേ കാണിച്ചേ. കണ്ണിപ്പോണ്ട് മതി. റെഡിയാക്കുന്ന ടൈമിൽ ഈ ഒരു ഹെയർ ബാൻഡും കൂടി ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് രണ്ടും കൂടി വന്നതിനപ്പോൾ റോസാപ്പൂവും അതേപോലെ തന്നെ ഹെയർ ബാൻഡ് ഫ്ലവറും കൂടി വന്നതിനപ്പോൾ അത്ര ഭംഗിയായിട്ട് തോന്നിയില്ല. പിന്നെ ഹെയർ ബാൻഡ് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നില്ല, ആകെ റോസാപ്പൂ അത്ര തലയിൽ കുത്തി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും ബാബുജി വന്നിട്ടുണ്ടായിരുന്നു. ബാബുജിക്ക് രാവിലെ പോകാനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് രാവിലെ വന്നത് ബാബുജിനോട് യാതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ തലേ ദിവസം ലഡു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഫസ്റ്റ് ഡേ അല്ലേ അപ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതേ ലഡു ഒക്കെ എടുത്ത് ഞാൻ ഓരോ ഇതായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കൊടുക്കാൻ പോകും. പോവാ ഇവിടെയാണോ അവിടെ ഇവിടെയാണോ വരെ എടുക്കണേ? അത് മാറിക്കോട്ടാ. അത്ര നേരം ആൾക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, ഭയങ്കര ഹാപ്പിയൊക്കെ ആയിരുന്നു കേട്ടോ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട്. പക്ഷേ പോകാനുള്ള ടൈം ആയപ്പോഴത്തേക്ക് റെഡിയൊക്കെ എല്ലാം കഴിഞ്ഞതിന് ശേഷം സെറ്റായി വന്നു കഴിഞ്ഞപ്പോൾ ആൾക്ക് മൂടൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. എനിക്ക് വയറിനെ എടുക്കണം പോകണ്ട അങ്ങനെയൊക്കെ ഒരു രീതിയിലായിരുന്നു. ഒന്ന് പഠിപ്പിക്കൊന്നുമില്ല. അമ്മ കൊടുക്ക്. അമ്മ എവിടെ പോണേ? വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മൾ നേരെ എൻ്റെ വീട്ടിലേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് ഉമ്മച്ചിനോടും അച്ഛനോടൊക്കെ സ്കൂളിൽ പോകാൻ ആരെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് 2 വീലർ എടുത്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. കാരണം അവിടെ പാർക്കിംഗ് ഫെസിലിറ്റീസ് കുറവായിരുന്നു. അതുകൊണ്ട് കാർ അവിടെ വെച്ചിട്ട് നമ്മൾ 2 വീലറിലായിരുന്നു കേട്ടോ പിന്നെ പോയിട്ടുണ്ടായിരുന്നേ. സ്കൂളിലെത്തിക്കഴിഞ്ഞാൽ ആൾ ഇരിക്കുമോ ഇല്ലയെന്ന് ഒരു ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം 12 o'clock വരെ ക്ലാസ് ഉള്ളെങ്കിൽ പോലും അത്രയും നേരം ആരും ഇല്ലാണ്ട് അവിടെ ഇരിക്കുമെന്നൊരു ചെറിയൊരു പേരുണ്ടായിരുന്നു. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആദ്യം കയറാനായിട്ടൊരു മടിയൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല, കയറി പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അത് ഹായ് അറിയാൻ പറ്റുന്നതാണ്. ഹായ് അറിയാൻ പറ്റുന്നതാ. ചെല്ല്. ചെല്ല്. എക്സാം അറിയോ?
മോർണിംഗ്. ഹൗ ആർ യു? ഫൈൻ ആണോ? സുഖാണോ? അങ്ങനെ അവരകത്തേക്ക് വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ അടുത്ത് അവിടെ ഇരുന്നോളം പറഞ്ഞിട്ടുണ്ടായി, വേണമെങ്കിൽ നമുക്ക് അവിടെ നിൽക്കാം അല്ലെങ്കിൽ പോകാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് നേരം കൂടി അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് പിള്ളേരെയും കൊണ്ട് ഇങ്ങനെ പുറത്തോട്ട് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ പിള്ളേരെ ഓരോരുത്തരും ഇങ്ങനെ മാറി മാറി നിർത്തി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് കുടിക്കാൻ വേണ്ടിയിട്ടുള്ള ടീയും അതേപോലെ തന്നെ കേക്കും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് അവിടെ ഇരുന്ന് അതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം കൂടി നമ്മൾ അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. കാരണം കരയോ ഇല്ലയോ എന്നറിയില്ലല്ലോ, അപ്പോൾ അതിന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നേരം കൂടി അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ കോമ്പൗണ്ടൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റി നടന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം ഇരുന്നപ്പോഴത്തേക്കും വലിയ കുഴപ്പമൊന്നുമില്ലാന്ന് മനസ്സിലായി. പിന്നെ നമ്മതി അവിടെ നിന്ന് പോകുന്നായിരുന്നു കേട്ടോ. പിന്നെ എന്തായാലും തിരിച്ച് ഇനി വിളിക്കാൻ വേണ്ടി വന്നാൽ മതി, 12 ആകുമ്പോഴാണ് ഇവിടെ നിന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ടൈം ആകുമ്പോഴത്തേക്കും വന്നാൽ മതിയെന്ന് പറഞ്ഞപ്പോൾ നമ്മതി തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ തിരിച്ചത് വിളിക്കാൻ വേണ്ടി വന്നപ്പോഴത്തേക്കും അവിടെ ഭയങ്കര കളിയിലായിരുന്നു. അപ്പോൾ അത് പിള്ളേരെല്ലാവരെയും കൂടി സർക്കിളായിട്ട് നിർത്തി എന്തൊക്കെയോ കളിക്കുന്നുണ്ടായിരുന്നു. ലാസ്റ്റ് ആയപ്പോഴത്തേക്കും അവർക്ക് ആ ബലൂൺസ് ഒരുപാട് ഉണ്ടായിരുന്നു. അപ്പോൾ ബലൂൺസ് മുകളിലോട്ട് ഇങ്ങനെ എറിയുന്ന ഒരു സംഭവമുണ്ട് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇല്ല, ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ പോയി ചാടുന്ന നോക്കിയത്. അങ്ങനെ ഹൈസാടെ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂളിൻ്റെ വിശേഷങ്ങളുടെ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനലിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.